നമസ്കാരം. വിപണികളെല്ലാം വീണ്ടും കനത്ത സെല്ലിംഗ് പ്രഷർ നേരിടുകയാണ്. യുഎസ് മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതും നെഗറ്റീവായിട്ടാണ്. ഡൗ ജോൺസ് 0.95%, S&P 500 1.33%, നാസ്ഡാക്ക് 1.59% ഒക്കെ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തന്നെയാണ്. ഇറാൻ, ഇസ്രായേൽ, US ഇവരുടെ യുദ്ധം നടക്കുന്നതാണ് പ്രധാനപ്പെട്ട കാരണം. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ വ്യാപാരവും പ്രകൃതിവാതകത്തിന്റെ വ്യാപാരവും ഒന്നും നടക്കുന്നില്ല. ഇത് എല്ലാ വിപണികളെയും മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ രാവിലെ GNS നിഫ്റ്റി ഏതാണ്ട് 3% നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 700 പോയിന്റ് അധികം മൈനസ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ നിക്കായ് ഒക്കെ 7% ഇടിവിലാണ്. ക്രൂഡ് ഓയിൽ 114 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏതാണ്ട് $80 ഇരുന്നതാണ് 2-3 ദിവസം കൊണ്ട് ഇപ്പൊ 114 ലെവലിലേക്ക് വരുന്നത്. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും വീണ്ടും ഗൾഫ് രാജ്യങ്ങളിൽ കനത്ത ആക്രമണം നടക്കുന്നു. അപ്പം മൊത്തത്തിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കയറുന്നത് ഇന്റർനാഷണലി എല്ലായിടത്തും ഇൻഫ്ലേഷൻ കൂടുന്നതിന് അത് പ്രധാനപ്പെട്ട കാരണമാകും. അപ്പോൾ ഇനി റേറ്റ് കട്ട് അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഇതേ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. യുദ്ധം തീരാതെ മാർക്കറ്റിനെ സംബന്ധിച്ച് വേറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും വരാനില്ല. മറ്റു ന്യൂസുകളൊന്നും ഇവിടെ പ്രസക്തമല്ല. കാരണം ഇന്ത്യയൊക്കെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. നമുക്കറിയാം, സൗത്ത് കൊറിയ കഴിഞ്ഞ ആഴ്ച 15% കറക്റ്റ് ചെയ്യുന്നുണ്ട്. 97% അവർ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുകയാണ്. മറ്റു പല പോസിറ്റീവ് ഡെവലപ്മെന്റുകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഈ യുദ്ധത്തിന്റെ വാർത്തകൾ ഡിസ്കൗണ്ട് ചെയ്തു പോവുകയാണ്. ഇന്ത്യ-US കരാർ വീണ്ടും മുഖ്യധാരയിലേക്ക് വരികയാണ്. US സുപ്രീം കോടതി ഇത് റദ്ദ് ചെയ്തതിനെ തുടർന്ന് കരാറുകളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും അത് സജീവമാകുന്ന തരത്തിലുള്ള വാർത്തകൾ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ കാനഡയായിട്ട് യുറേനിയത്തിന്റെ ഒരു ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റും കാനഡയായിട്ട് വരുന്നുണ്ട്. ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ക്രൂഡ് ഓയിലിന്റെ പ്രൈസുമായിട്ട് വരുമ്പോൾ അതൊക്കെ അപ്രസക്തമാണ്. ഇന്ത്യയിൽ LPG ഷോർട്ടേജ് വരും എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അതിനുള്ള നടപടികൾ ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. പേടിക്കാനില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ക്രൂഡ് ഓയിൽ ആയാലും 2 മാസത്തേക്കുള്ള റിസർവ് ഇവിടെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തവർക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിലും ഒക്കെ ഷോർട്ട് ചെയ്തിരിക്കുന്നവർക്ക്, പുട്ട് ഒക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല മികച്ച നേട്ടങ്ങൾ ലഭിക്കും. ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണത്തിന്റെ നാളുകളാണ്. ക്വാളിറ്റി സ്റ്റോക്കുകൾ 2-3 പ്രാവശ്യമായിട്ട് മാർക്കറ്റ് കറക്ഷനിൽ ആവറേജ് ചെയ്തിട്ട് തിരിച്ചു കയറുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അത്തരത്തിൽ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്താൻ ഈ സമയം ഉപയോഗിക്കുക എന്ന് പറയുന്നു. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് ഡേ ആയിട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.